ബലായുധ മോനെ, ബലായുധ എടി പറച്ചറപ്പേ, ആരാ അത് ചെയ്ത്? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. വല്യമ്പ്യാരെ, വല്യമ്പ്യാരെ, എന്താമതേ കടവത്തേക്കൊന്ന് വന്നു നോക്കി. ബലായുധനെ കൊണ്ട് ആരും തല്ലൂലാന്ന് സത്യം ചെയ്യിച്ചേ നിങ്ങളല്ലേ? ഇന്നലെ രാത്രി ഉറങ്ങിക്കെടുക്കുന്ന ഓനെ ആരൊക്കെ 4 നായിന്റെ മക്കൾ വന്നിട്ട് തല്ലി കൊല കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ട് അവൻ തിരിച്ചടിച്ചില്ല. വെറും സാധുവാ വല്യമ്പ്യാരെ, പൊട്ടനാ. നേരും നെറിയും കെട്ട നാടാ. ഇങ്ങനത്തെ വലിയ സത്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യിക്കല്ലേ. ആരാണത് ചെയ്തത്? ഏതോ ഊച്ചാലികള്. ബലായുധനൊന്നും നേരെ നോക്കിയാൽ നിന്ന് മുമ്പിൽ തൂറിപ്പോണ ഊച്ചാലികളെങ്ങനെ പിന്നൊന്ന് കുത്തോളൂ. കിടന്നോ പതുക്കെ കൂടിക്കാണ്ട് പോയി പാരെ. കുറച്ച് കാറ്റും വെളുത്തും വന്നോട്ടെ. കാഴ്ച കാണാൻ വന്നിട്ടുള്ളത്. അവര് ശരിക്കൊന്ന് കണ്ടോട്ടാവുമ്പതക്ക. എല്ലാവരുടെയും കുറെ കാലമായിട്ടുള്ള ആഗ്രഹമല്ലേ വേലായുധൻ ഇങ്ങനെ കിടന്ന് കാണാൻ. വല്യമ്പേര് അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. കാലിനും കൈക്കും ചെറിയതായിട്ടൊരു വേദന. എല്ലിന് പൊട്ടുണ്ടല്ലോ. അമ്മതേ, വൈദ്യനെ വിളിക്കാൻ ആള് പോയോ? കേളപ്പാട്ടും പോയിട്ടുണ്ട്. നന്നായൊന്ന് എണ്ണയിട്ട് തിരുമി ആ പുഴയിലോട്ട് ഇറങ്ങിയ എല്ലാം മാറിക്കോളും. അത്രയ്ക്കൊക്കെ ഉള്ളൂ. എന്താ മെമ്പറേ, സുഹൃത്തന്നല്ലേ? പല്ല് വന്നോ? ഇതെപ്പോഴാ സ്ഥലത്തെത്തിയത്? ഇന്നലെ രാത്രി. അപ്പൊ പണിയൊപ്പിച്ച നീ ആയിരുന്നല്ലേ? ഞാനൊന്നും അറിഞ്ഞില്ല. ചെറിയ എമ്പിയാരില്ലേ? തോക്കുമായിട്ട് വെടിവെക്കാൻ ഇറങ്ങുമ്പോ നോക്കിയും കണ്ടുമൊക്കെ വേണേ നമ്പ്യാരെ. മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ പോയി കണ്ടു. ഇനി അവൻ നേരെ നിൽക്കണമെങ്കിൽ കുറച്ചു കാലം പിടിക്കും. മനസമാധാനമായിട്ട് കിട്ടാക്കുറ്റി കടങ്ങളൊക്കെ പിരിക്കാം. ചെറിയ നമ്പ്യാരെ കുറച്ച് കാശും കൂടെ തരികയാണെങ്കിൽ ചിട്ടിക്കമ്പനി ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കുകയും ചെയ്യാം. എന്നാലും രാത്രി ഉറക്കത്തിൽ ചെന്നടിച്ചതാ ഒരു ചെറിയ പോരായിക. പകല് നേരെ നിന്നതുപോലെ ചാമ്പിയിരുന്നേ. 8 or 10 പേരായിരുന്നാലും കുഴപ്പമില്ല, ഒരു വെയിറ്റ് ഉണ്ടായേനെ. ഇതിപ്പോ നാട്ടുകാര് കുറച്ചു പേർക്കെങ്കിലും അവനോടൊരു സിമ്പതി കുടുങ്ങിപ്പോയി. അച്ഛൻ പറഞ്ഞ് ചോറ് കൊണ്ടു തരാൻ. അമ്മതൊക്കെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അകത്ത് വെച്ചേക്ക്. അമ്മേ പാവല്ലേ അമ്മേ. എന്നെ നോക്കി ചിരിച്ച്. ഞാനൊന്ന് ചെന്ന് വർത്താനം പറഞ്ഞിട്ട് വരട്ടെ. അഞ്ചെട്ട് ആൾക്കാരൊക്കെ കൂടി വന്ന് തല്ലുമ്പോ അരയിലുള്ള കത്തി ഒരു കുത്താത്ത എന്തേ? എന്താ ചെയ്യാഞ്ഞേ? ആ കത്തിയോണ്ട് കുത്തിക്കൊല്ലാനൊന്നും പറ്റില്ല മോളെ. ആകെ അടക്കി ചേർന്ന പാകത്തിനേ ഉള്ളൂ അത്. ആണോ അമ്മേ? അത് കുത്തിക്കൊല്ലാനുള്ള കത്തിയല്ല, അടക്ക ചേർത്താനുള്ള കത്തിയാന്ന്. കൃഷ്ണൻ ഈ നേരത്തൊക്കെ റേഷൻ കടയിലായിരിക്കോ അതോ വീട്ടിൽ കാണും? റേഷൻ കടയിൽ കാണും. പേടിച്ച പേടമാനിന്റെ കണ്ണ് കണ്ടിട്ടുണ്ടോ കുറുപ്പേതാൻ? കുറുപ്പ് കാട്ടിലൊന്നും അധികം പോകാറില്ലല്ലോ. നായാട്ടിന് പോണവര് കണ്ടു കാണും. അപ്പൊ കുറുപ്പിന് നായാട്ടിലൊന്നും വലിയ കമ്പം ഇല്ല. അതൊരു പാവം പെണ്ണാ നമ്പ്യാരെ. എങ്ങനെ?
വേലായുധനെ തല്ലിക്കിടത്തിയാൽ നിത്യവും ഓരോ കുഴക്കട്ട ഉണ്ടാക്കി തരാന്നായിരുന്നോ അന്ന് കുറുപ്പ് പറഞ്ഞത്? ചിട്ടിഫണ്ടിന് കാശ് കടം വാങ്ങുമ്പോ അവളുടെ വീടും പറമ്പിന്റെ ആധാരം കയ്യിലുണ്ടോ? അതൊക്കെ ഉണ്ട്. ആ, അതുണ്ടായാൽ മതി, ബാക്കി ഞാൻ പറയാം. മോളെ, കിണറ്റിലേക്ക് എന്തി നോക്കല്ലേന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? അമ്മ ആ മീൻ വലുതായോ നോക്കിയതാ. എന്ത് മീന്റെ മോള് കൊണ്ടിട്ടത്? അമ്മേ ലീലേച്ചി. ബാ, മീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അയ്യോ, ഇത് ഭയങ്കര ആഴല്ലേ, അപ്പൊ എങ്ങനെയാ മീനെ കാണുക? ആ നീ എന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? ഏയ് ഒന്നുമില്ല. ഇനി മോള് കുറച്ചേരം അപ്പുറത്ത് പോയി കളിച്ചോ കേട്ടോ. ആ. ജാനകി അടുത്തോട് ഒരു കാര്യം ചോദിച്ചാ ഉള്ളത് പറയോ? ചോദിക്ക്, പറയാൻ പറ്റുമോന്ന് നോക്കട്ടെ. ജാനകി അടുത്തേക്ക് വേലായുധേട്ടന് ഇഷ്ടമായിരുന്നല്ലേ പണ്ട്? എന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? ഇഷ്ടായിരുന്നു അല്ലേ? പിന്നെന്താ നിങ്ങൾ കല്യാണം കഴിക്കാതിരുന്നേ? അതൊക്കെ കുട്ടിക്കാലത്തുള്ള ഓരോ കാര്യങ്ങളെന്നല്ലാണ്ട് ഞാൻ അതങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇവിടെ ഒരു കൂട്ടാൻ വെക്കുമ്പോ കൂടെ കൃഷ്ണേട്ടന്റെ മോളുടെ ഇഷ്ടം എന്നല്ലാണ്ട് എന്റെ ഇഷ്ടം എന്താന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. കുറച്ച് കഴിയുമ്പോ നിനക്കതൊക്കെ മനസ്സിലാവും. വേലായുധേട്ടൻ ആള് ശരിക്കും ഒരു പാവല്ലേ ജാനകിയെടുത്തി? എനിക്ക് മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയായിരുന്നു. നിന്റെ ചോദ്യത്തിന്റെ കാര്യം എനിക്കിപ്പൊ പിടികിട്ടി. എന്തായാലും ഒരു കാര്യത്തിൽ നിനക്ക് അയാളെ വിശ്വസിക്കാം. ഏത് പാതിരാക്കി ഇറങ്ങി നടന്നാലും വേലായുധന്റെ പെണ്ണിനോട് ഒരാളും അനാവശ്യം പറയില്ല. ആരും നിന്റെ മാനത്തിന് വില പറയില്ല. யோ கணக்குல எழுதிக்க. நான் ஒன்னினாயிரம் முறைக்கிற, அதான் தரேன்னு சொல்றேன்ல. ഇത് എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാനാ? யோ அத மலையாளத்துல எழுதி வச்சா எங்களுக்கு என்ன புரியும்? தமிழ்ல எழுதிவே அப்ப புரியும். வேடா. ഗുരുവായൂരപ്പ വിറ്റുകളെ കൊണ്ട് തോറ്റു. ആ ബോർഡിന്റെ കാശും കൂടെ പോയിന്ന് കൂട്ടിയാൽ മതി ഉണ്ണിയാരെ. മുള്ളംകൊല്ലിയിൽ ഇപ്പൊ നീർക്കോലികൾക്കൊക്കെ വിഷം വെക്കുന്ന കാലല്ലേ, വെറുതെ വർത്താനത്ത് നടക്കണ്ട. ഞാൻ വെയിലത്ത് നൈറ്റ് ഉണ്ടാക്കിയ എന്റെ കാശ് കൊടുത്തിട്ടാടാ ഞാൻ കുടിക്കണേ. പോടാ, അറിയാൻ നീ ആരാ? ഉണ്ണേരെ കടുപ്പത്തിൽ ഒരു ചായ. സൈനബാ, മോളെ സൈനബാ. എന്റെ വാപ്പ, ഞങ്ങളെ രണ്ടാളും പേടിച്ചിട്ട് ശ്വാസം പോയില്ലെന്നേ ഉള്ളൂ. എന്തേ? കൊറേ നേരമായി ആ റോട്ടുമ്പിൽ കുറച്ച് ആൾക്കാര് ഇവിടെ ഉള്ളവരല്ലെന്നാ തോന്നുന്നത്. കൂട്ടം കൂടിയെന്ന് ചില പാട്ടും ഇങ്ങോട്ട് നോക്കി ചൂള അടിക്കലും. ആരാണ്ട് അവിടെ? ആരാണ്? പോയിന്നാ തോന്നുന്നേ. ആ, കണ്ണുള്ളപ്പോ കാഴ്ചയുടെ വില അറിയില്ല എന്ന് പറയണത് നേരാ. ആ വേലായുധനുള്ളപ്പോ ബറ്റകൾക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു, അപ്പൊ അതും പോയി.